1000 നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിലും എനിക്ക് 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പല അസുഖങ്ങളോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ കയ്യിൽ ലിഗമെൻ്റ് വേദന കാരണം ഞാൻ കിടത്ത് കയ്യിൽ ബെൽറ്റ് ഇട്ടിരുന്നു. 1 വർഷം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പിറ്റേന്ന് ഞാൻ ഫോണിൽ ഇത് പിടിച്ചിട്ടത് നോക്കി ഞാൻ സാക്ഷ്യവും കേട്ടു. അപ്പോൾ ഒരാളുടെ ഇത് സാക്ഷി പറയുന്നു, തൈലം തേച്ചു അസുഖം മാറി എന്നു. ഞാനത് തൈലമെടുത്തു എൻ്റെ കയ്യിലും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പിറ്റേന്ന് എൻ്റെ കൈയുടെ വേദന മാറുകയും എൻ്റെ കൈയുടെ ബെൽറ്റ് ഞാൻ മാറ്റി. എൻ്റെ കയ്യിൽ എനിക്ക് ബെൽറ്റ് ഇടേണ്ടി വന്നില്ല. എൻ്റെ അമ്മ എന്നെ പൂർണ്ണ സൗഖ്യം തന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്നു സാക്ഷ്യം പറയുന്നു. അവർ വിദേശത്തായിരുന്നു. അവർക്ക് നടുവിന് ഡിസ്ക് കംപ്ലൈൻറ്റ്, ബെൽറ്റ് ഇട്ടും കൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നൊന്ന് കരഞ്ഞു, അമ്മേ എൻ്റെ നടുവിനും ബെൽറ്റ് ഇട്ടേക്കുകയാണ്. ഞാൻ കൂലിപ്പണി മേശൻ പണിക്ക് പോയി ആണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്കും ഈ ബെൽറ്റ് എനിക്ക് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. ഞാൻ 10 വർഷം കൊണ്ട് എൻ്റെ ബെൽറ്റ് ഞാൻ ഇട്ടേക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയി ബെൽറ്റ് എടുത്ത് കെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ടു. ഞാൻ ഉടനെ ആ ബെൽറ്റ് ഊരി മാറ്റി. അപ്പോൾ ഞാൻ ബെൽറ്റിടാതെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വേദനയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, ഈ ബെൽറ്റ് നീ കെട്ടണ്ട, ഊരി മാറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് വരെയും ആ ബെൽറ്റ് ധരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് ഇടത്ത് വശം തലയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ചെവി പഴുക്കുമായിരുന്നു. പഴുപ്പുകയും ഡോക്ടറെ കാണിക്കുക, എൻ്റെ കുട്ടിക്കാലം മുതലേ കാണിക്കും. ഇപ്പോഴും ഞാനത് ചികിത്സയിലായിരുന്നു. അങ്ങനെ എനിക്ക് പേപ്പർ കണ്ടാൽ ഞാൻ ചെവിയിലിട്ട് കറക്കുകയും ഒരു ബസ്സിൽ കയറി ആ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ ആ പേപ്പർ ചുരുട്ടി ചെവിയിൽ വെച്ച് കറക്കും. അപ്പോഴെനിക്കത് ചെവിയിലിടാതെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, ഞാനിട്ട് കറക്കും. കഴിഞ്ഞ കോവിഡ് സമയത്തും ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പറ്റില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ വളർത്തണം. അപ്പോൾ ഞാൻ മരുന്നിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ എനിക്ക് വേദന കൂടി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇനി വെച്ച് പറ്റില്ല, പെട്ടെന്ന് തന്നെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഡോക്ടർ മരുന്നെല്ലാം എഴുതി തന്നു, ചെവിയിൽ ഒഴുക്കാൻ മരുന്നും തന്നു. ഞാൻ അതും കൊണ്ടുവന്നു. വീട്ടിൽ വന്നു എൻ്റെ തൈലം എടുത്തു, ഞാൻ ചെവിയിൽ ഒഴിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ചെവിയിൽ രാത്രി തൈലം ഒഴിച്ച്, ഞാൻ മരുന്നൊഴിച്ചില്ല, ഒഴിക്കാതെ ഞാൻ കിടന്നു. പിറ്റേന്ന് എൻ്റെ ചെവിയിൽ എനിക്ക് നല്ല ഒരു സൗഖ്യം. എനിക്ക് കേൾവിയും കുറവായിരുന്നു. ആ ചെവി എന്നെ തുറന്ന് പ്രവർത്തിക്കുകയും എനിക്ക് ആ ചെവി അതിന് ശേഷം ഇന്ന് വരെയും ചെവി പഴുത്തിട്ടുമില്ല. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി ആ പേപ്പർ ചെവിയിൽ വെക്കരുത് എന്ന്. ഞാൻ ആ പേപ്പർ ഞാൻ ചെവിയിൽ എടുക്കാൻ വെക്കുമ്പോൾ അമ്മ എന്നെ തടയും. ഞാൻ അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, അമ്മ ഇനി ഞാൻ ആ പേപ്പർ ചെവിയിൽ വെക്കില്ല എന്ന്. അങ്ങനെ എൻ്റെ ചെവി ഇന്ന് വരെയും ഞാൻ മരുന്ന് കഴിച്ചിട്ടുമില്ല. എൻ്റെ പൂർണ്ണ സൗഖ്യവും എനിക്ക് കിട്ടി. എൻ്റെ നാലാമത്തെ സാക്ഷ്യം, എനിക്ക് അരിയസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതും ഞാൻ വളരെ ബുദ്ധിമുട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചു. എനിക്ക് എല്ലാവരും പോലെ എല്ലാ ആഹാരവും കഴിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. ഞാൻ മരുന്നും കഴിക്കുക, ആശുപത്രിയിൽ പോവും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ എനിക്ക് മാറ്റി പൂർണ്ണ ഇന്ന് ഒന്നിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, എല്ലാ ആപത്തും മാറി. അത് കഴിഞ്ഞ് എനിക്ക് വീട് സ്വന്തമായിട്ടില്ല. ഞാൻ വാടകയ്ക്ക് 5 വർഷം കൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടക്കുന്ന വീട് ചോർച്ചയും ഇതും ഒരു തുണി തറയിൽ വീണ അത് കഴുകി എനിക്ക് കിടക്കാൻ പറ്റൂ, അത്ര ഒരു വീടായിരുന്നു. നല്ല വീടല്ലായിരുന്നു. വാടകയ്ക്ക് പാമ്പ് വരക്കവും, മഴ പെയ്താൽ പുറത്തിറങ്ങാൻ പറ്റില്ല, വെള്ളം മഴ കുട പൊരിച്ച് നമുക്ക് വഴിയെ നടക്കാൻ പറ്റില്ല, വഴി പോലും ഇല്ലായിരുന്നു. ഞാൻ 5 വർഷം കൊണ്ട് അപ്പോഴും ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പലയിടത്തും പോയി വീട് കാണും, ബ്രോക്കർക്ക് ഫീസ് കൊടുക്കണം, അങ്ങനെ ഞാൻ ഓരോന്ന് കാണുമ്പോൾ പൈസ കൂടുതൽ. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു വീട് അമ്മ തന്നെ ശരിയാക്കി തരണം.
പച്ചത്തിരിയും നീലത്തിരിയും കത്തി തീരുമ്പോൾ തന്നെ എനിക്കൊരു വീട്, നല്ലൊരു വീട് അമ്മ വാടകയ്ക്ക് തരണം. പക്ഷേ എനിക്ക് അമ്മ തന്നു. ഒരു 2 നില കെട്ടം. ഞാൻ ആ വീട്ടിൽ പണിക്ക് നിന്ന് ഒരു 5 വർഷം പോലും തികഞ്ഞില്ല. ആ വീട് വെച്ചിട്ട് അവർ പൂട്ടിയിട്ടിരുന്നു, ആർക്കും കൊടുക്കാതെ. ഞാൻ ചോദിച്ചു, അങ്ങനെ ആ വീട് എനിക്ക് തന്നു. അമ്മയ്ക്ക് ഇത്രയും തന്ന 1000 നന്ദി. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അമ്മ കൊടുക്കുന്നു. അപ്പോൾ എനിക്കിതുവരെ എനിക്കും അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു, ഭയങ്കര സുഗന്ധം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അത്ര ഭയങ്കര സുഗന്ധം ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എന്നും രാത്രി കിടക്കുന്നുറങ്ങുമ്പോൾ വായിന്ന് ബ്ലഡ് വരും. എങ്ങനെ പല്ല് നാക്കിൽ കൊണ്ട്. ഞാനൊരു സാക്ഷ്യം കേട്ട് അതിൽ അവരെ കുറിച്ച് പറയുന്നു, അവർക്ക് ഇങ്ങനെ പല്ലിന്ന് ബ്ലഡ് വരും, അത് തൈലം തേച്ച് അത് മാറിയെന്ന്. ഞാനും അങ്ങനെ എൻ്റെ നാക്കകത്ത് ഞാൻ തൈലം തേച്ചു. പിറ്റേന്ന് എൻ്റെ ആ പല്ല് പകുതി ഒടിഞ്ഞു പോവുകയും അതിന് ശേഷം എൻ്റെ വാക്കത്തുനിന്ന് ബ്ലഡ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. രക്ഷാപ്രവർത്തനം ഞാൻ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഞാൻ എണീക്കും. എഴുന്നേറ്റ് ഞാൻ ബൈബിള് വായിക്കും, അച്ഛൻ്റെ ടോപ്പിക്ക് കേൾക്കും, പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും, പിന്നെ ജപമാല ചൊല്ലും. പിന്നെ ആരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവർക്ക് കാര്യവും നടക്കും. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഒരുപാട് പേര് അമ്മ അറിയുന്നില്ല, അമ്മ അറിയണം ഞാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ പലർക്കും അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, അവർ ഓരോരുത്തരുടെ അസുഖം മാറ്റണമേ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കാര്യം ഞാൻ അവസാനമേ പറയൂ. ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആരെൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ഇല്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് 1 രൂപ കൊടുക്കാതെ ഞാൻ പോകില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കൊടുക്കും. അതിനിരട്ടി എനിക്ക് അമ്മ തിരിച്ചു തരികയും ചെയ്യും. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി മുന്നോട്ട് ഞാൻ ഉടമ്പടി തന്നെ ഞാൻ പോവുകയും ചെയ്യും. 1000 നന്ദി പറയുന്നു. മകൾ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. രോഗമുക്തിക്ക് വിശ്വാസം ശക്തമായ ഒരായുധമാണ്. ദൈവം നമ്മുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. നമുക്കറിയാം, ബൈബിളിൽ 12 വർഷമായി രക്തസ്രാവം എന്ന രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നു. യേശു സുഖപ്പെടുത്തുന്നത് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടതുകൊണ്ടല്ല, മറിച്ച് യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം ലഭിച്ചത്. സുനിത എസ് എന്ന മകൾ പറഞ്ഞ സാക്ഷ്യത്തിലും വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾ ഉടമ്പടിയിൽ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് 1 വർഷം നീണ്ടു നിന്ന മോളുടെ കൈയുടെ ലിഗമെൻ്റ് അസുഖം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യപ്പെട്ട കാര്യം. അതും ഒരു സാക്ഷ്യം കേട്ട് ആ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഈ മകളും അതുപോലെ തന്നെ ചെയ്തത്. 10 വർഷം നീണ്ടു നിന്ന നടുവേദന ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് വേറൊരു പ്രാവശ്യം ആ ബെൽറ്റ് മാറ്റി ഈശോ ഇവിടുന്ന് കൊടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്കറിയാം, ചെവിയിലുണ്ടായിരുന്ന പഴുപ്പ് ചെറുപ്പകാലം മുതലുണ്ടായിരുന്നായിരുന്നു. ആൾക്കാരുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. വളരെ ഒരു ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യമാണ്. പിന്നീട് ഈ മകൾ ഇവിടെ വന്ന് പറഞ്ഞത്, തൈലം ഒഴിച്ച് മരുന്നൊഴിച്ചില്ല, ഓപ്പറേഷൻ പോലും പറഞ്ഞതാണ്, ഓപ്പറേഷൻ നടത്തിയില്ല. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈശോ അതിൽ നിന്നും ഈ മോൾക്ക് സൗഖ്യം നൽകി. പിന്നെ പറഞ്ഞത് അരീസിൻ്റെ അസുഖവും എല്ലാ അസുഖങ്ങളും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. 5 വർഷം നീണ്ടു നിന്ന വാടക വീട്ടിലെ ജീവിതം. ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: പച്ചത്തിരി തീരുന്നതിന് മുമ്പ് അമ്മ എനിക്കൊരു വീട് നൽകി അനുഗ്രഹിക്കണേ എന്ന്. ഇത് വേറൊരു സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. പച്ചത്തിരി തീരുന്നതിന് മുൻപ്. അതുപോലെ തന്നെ ഈ മകൾ പറഞ്ഞതുപോലെ തന്നെ ഈശോയും അമ്മയും ആ കാര്യവും ചെയ്തു കൊടുത്തു. പിന്നീട് വേണ്ടത്, ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു.
അമ്മ കൂടെ ഉണ്ടെന്നുള്ള നമുക്കുള്ള ഒരു വലിയൊരു കാര്യമാണ്. പലരും പല സാക്ഷ്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരു സുഗന്ധം. ആ സുഗന്ധം നമുക്ക് എത്ര പറഞ്ഞാലും എക്സ്പ്ലെയിൻ ചെയ്യാത്ത, വാക്കുകളിൽ ഒതുങ്ങാത്ത ഒരനുഭവമാണ് ഈ സുഗന്ധാഭിഷേകം. ഒരു പൂവിൻ്റെ ഒരു വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ്. അത് വാക്കുകൾ വി കാണ്ട് എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. അത് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ്. അത് നമ്മൾ ആസ്വദിച്ച് ആ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി, അത് അറിഞ്ഞവർക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു വലിയൊരു അനുഭവമാണ്, അമ്മ കൂടെയുണ്ടെന്നുള്ള ഒരു അനുഭവം. ഈ മകൾക്ക് ആ അനുഭവം കിട്ടി. അത് ഒരു വലിയൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അമ്മ ഒരുപാട് പേർക്ക്, ഈ മകള് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒരുപാട് പേര് അമ്മയെ അറിഞ്ഞിട്ടില്ല, അവരും ഇനി അറിയണം. ഈ മകൾ അറിഞ്ഞതുപോലെ ഈ മകൾക്കും മറ്റുള്ളവരോടും അമ്മയെപ്പറ്റി അറിയിക്കാനുള്ള ഒരു വലിയൊരു തീഷ്ണതയാണ് ഈ മകൾക്കുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ ഈ അമ്മയെപ്പറ്റി, ഈശോയെപ്പറ്റി അറിയിക്കാനുമുള്ള ഒരു തീഷ്ണത, ആ സ്നേഹം, അതാണ് ഉടമ്പടിയിൽ ഈ മകൾക്ക് ലഭിച്ചത്. ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് ഈ മകൾ ഇപ്പോഴും ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും പലപ്പോഴും നമ്മൾക്കും മനസ്സിലാകട്ടെ, നമ്മളും അറിയട്ടെ, നമുക്ക് ബോധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾ പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവരെ കൂടുതൽ ഈശോയുടെ സ്നേഹം അറിയിക്കാൻ നമ്മളൊരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. രോഗം വരുമ്പോൾ ഉദാസീനരാകാതെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: മകനെ, രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ പിതാവാണ്, സൗഖ്യം തരുന്ന ഒരു ദൈവമാണ്. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാം. പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകളുടെ ജീവിതത്തിൽ കഴിഞ്ഞു നൽകിയ സൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.